ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഷമീം. അപ്പോൾ തേർഡ് സെമ്മിലെ തിയറി ഓഫ് സ്ട്രെച്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ബീം എന്നുള്ളത്? ബീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ് ബീം. ബീം എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. ആ ബീം എന്തായാലും വെറുതെ നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുണ്ടാവും, രണ്ട് എൻഡ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ബീമിനെ രണ്ട് എൻഡിൽ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ സിമ്പിളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെയും ബീമുകളുണ്ട്. കാൻഡിലവർ ബീമുണ്ട്, ഓവർ ഹാങ്ങിങ് ബീമുണ്ട്, കണ്ടിന്യൂസ് ബീമുണ്ട്, അങ്ങനെ ഒരുപാട് ബീമുണ്ട്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ ഒരു പ്രോബ്ലം, അതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് പ്രോബ്ലം പറയുന്നത് വെച്ചാൽ, ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സപ്പോർട്ട് റിയാക്ഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അപ്പോൾ ഇതിവിടെ സപ്പോർട്ട്, എൻ്റെ എൻഡിൽ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഈ ബീം ഇങ്ങോട്ട് വീഴാതിരിക്കാനുള്ള മുകളിൽ നിന്നുള്ള അങ്ങോട്ടുള്ളൊരു ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഈ ബീമിൻ്റെ ഫോഴ്സ്. മുകളിൽ നിന്ന് അങ്ങോട്ട് രണ്ട് ഇതുണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്, സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം നോക്കുമ്പോൾ, ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 6 മീറ്റർ സ്പാൻ. ഇപ്പോൾ ഞാൻ ഫിഗർ ഒന്ന് വരക്കാണ്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി ഫിഗർ തന്നിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻ അങ്ങനെ ഫിഗർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ഫിഗർ വരക്കണം. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 6 മീറ്റർ സ്പാന്. അപ്പോൾ ഒരു ബീം വരച്ചു, സിംപ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിയാക്ഷൻ മുകളിലോട്ട് ഇരിക്കുന്നുണ്ടാവുക, താങ്ങി നിർത്താണല്ലോ ആ ബീമിനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 6 മീറ്റർ സ്പാൻ, അങ്ങനെ പറഞ്ഞാൽ 6 മീറ്ററിന് ത്രൂ ഔട്ട് ഇതിൻ്റെ ഈ ബീമിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ് 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഗിവണാണ്. ദെൻ എന്തൊക്കെ അതിലുണ്ട്? ക്യാരിങ് എ പോയിൻ്റ് ലോഡ് ഓഫ് 100 kN. നമ്മൾ ഒരു ബീമിൽ ഒരുപാട് ലോഡ് ആക്ട് ചെയ്യും. ടൈപ്സ് ഓഫ് ലോഡ് ഉണ്ട്, പോയിൻ്റ് ലോഡ് ഉണ്ട്, അതേപോലെ തന്നെ UDL എന്ന് പറയും. UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, UDL, നമ്മൾ ഷോർട്ട്ലി UDL എന്ന് പറയും. അതേപോലെ തന്നെ വേറെ ലോഡാണ് UVL, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇങ്ങനെ 3 ലോഡാണ് ഉണ്ടാവുക ബീമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ സിംപ്ലി സപ്പോർട്ട് ബീം ഓഫ് 6 മീറ്റർ സ്പാൻ വരച്ചു. ദെൻ അടുത്ത് പറഞ്ഞ് ക്യാരിങ് എ പോയിൻ്റ് ലോഡ് ഓഫ് 100 kN. ഒരു പോയിൻ്റ് ലോഡ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ്? അറ്റ് 2 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. ഫസ്റ്റ് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. 6 മീറ്റർ സ്പാന് നമ്മൾ ചെയ്തു. ദെൻ പോയിൻ്റ് ലോഡ് ആക്ടിങ്, പോയിൻ്റ് ലോഡ് ഓഫ് 100 kN ആക്ടിങ്. എവിടുന്ന്? 2 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഈ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 100 kN ആയ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് വണ്ണ്. രണ്ടാമത് പറഞ്ഞത് ആൾസോ ക്യാരിങ് എ UDL ഓഫ് 20 kN. ഇപ്പോൾ UDL നമ്മൾ നേരത്തെ പറഞ്ഞു, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതായത് അതിൻ്റെ ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരിക, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഒരേപോലെ. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ ആൾസോ ക്യാരിങ് എ UDL ഓഫ് 20 kN/m അറ്റ് 3 മീറ്റർ ഫ്രം റൈറ്റ് എൻഡ്. അപ്പോൾ റൈറ്റ് എൻഡ് ഇതാണ്, അവിടെ നിന്ന് 3 മീറ്റർ ഇങ്ങോട്ട്. അപ്പോൾ 3 മീറ്റർ മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എത്രത്തിലാണ് UDL ആക്ട് ചെയ്യേണ്ടത്? 20 kN/m ആണ് ആക്ട് ചെയ്യുന്നത്. 3 മീറ്റർ ഫ്രം ദി റൈറ്റ് സപ്പോർട്ട്. ഓക്കെ,
അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിന് ലെഫ്റ്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പോയിൻ്റ് ലോഡ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയും. അതേപോലെ തന്നെ റൈറ്റ് എൻഡിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് ഒരു UDLും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഫിഗർ കിട്ടി. അപ്പോൾ നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു ബീമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റിയാക്ഷൻസ് RA ആണ്, ഇവിടെ റിയാക്ഷൻ RB ആണ്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ A പറഞ്ഞ ബീമിൽ ഈ B എന്ന് പറഞ്ഞ ബീമിൽ A സപ്പോർട്ടിലുണ്ടാകുന്ന റിയാക്ഷൻ RA, B പറഞ്ഞ സപ്പോർട്ടിലുണ്ടാകുന്ന റിയാക്ഷൻ RB. ഈ RA RB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഓഫ് സിംപ്ലി സപ്പോർട്ട് ബീം. അപ്പോൾ RA കണ്ടുപിടിക്കണം, RB കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് RA RB കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. സിഗ്മ Fx is equal to 0, സിഗ്മ Fy is equal to 0, സിഗ്മ M is equal to 0. അതായത് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് അതെന്താണ് 0 ആവണം. അതേപോലെ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എന്താവണം 0 ആവണം. അതേപോലെ തന്നെ സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് 0 ആവണം. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ RAയും RBയും കണ്ടുപിടിക്കേണ്ടത്, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ Fx ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല. ബീമിൻ്റെ കേസിൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് എടുക്കണ്ട. ഇതിൽ സിഗ്മ Fy അതേപോലെ തന്നെ സിഗ്മ M ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിഗ്മ Fy ഈസ് ഈക്വൽ ടു 0 അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ വരുന്നത്, സിഗ്മ Fy ഈസ് ഈക്വൽ ടു വരുമ്പോൾ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, RA എന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ RB മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു പോയിൻ്റ് ലോഡ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു UDLും ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ക്വാഡ്രൻ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെങ്ങനെ എടുക്കുക, ഇത് പോസിറ്റീവ് Y ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് Y ആക്സിസ് ആണ് അല്ലേ, ഇത് പോസിറ്റീവ് X ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് X ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മുകളിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് ആക്കി എടുക്കുന്നു, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആക്കി എടുക്കുന്നു. ഓക്കെ, ആ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരിക, RA പോസിറ്റീവ്. അത് നമുക്കിതിൽ നോക്കുമ്പോൾ RA പ്ലസ് RA മുകളിലോട്ടാണ്. അടുത്തത് ഒരു 100 kN ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്, മൈനസ് 100 kN. പിന്നെ അടുത്തെന്താണ്, ഒരു UDL ഉണ്ട്. ഈ UDL നമുക്കിങ്ങനെ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടോ, 20 kN/m എന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരിക്കലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പോയിൻ്റ് ലോഡാക്കി മാറ്റണം ഈ ഒരു UDLനെ. അപ്പോൾ പോയിൻ്റ് ലോഡാക്കി മാറ്റാൻ ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കണ്ടോ, ഇതൊരു kN/m ആണ്. UDLൻ്റെ ആണിത്, പോയിൻ്റ് ലോഡിൻ്റെ യൂണിറ്റ് ഉണ്ടോ kN. അപ്പോൾ നമുക്ക് ഈ kN/m ഇല്ലാതാക്കി എന്താവും, ഇതൊരു പോയിൻ്റ് ലോഡായി. അങ്ങനെ പെർ മീറ്റർ ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ 20 ഈ UDL ഇൻറ്റു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20 kN/m ഇൻറ്റു ഡിസ്റ്റൻസ് 3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ മീറ്ററും കട്ടായി പോയി എന്തായി, 20 × 3 60 kN എന്നായി. അപ്പോൾ ഇത് ആ UDL പോയിൻ്റ് ലോഡായി മാറി. ഈ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുക അതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുക. ഇത് പോയിൻ്റ് ലോഡാണല്ലോ, ഇത് ഈ ഒരു പോയിന്റിലാണല്ലോ ആക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ UDLനെ പോയിൻ്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തു. ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുക. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 മീറ്റർ UDL എത്രയാണോ അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ 1.5 ഇത് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 60 UDLനെ കൺവേർട്ട് ചെയ്തു. RA മൈനസ് 100 kN ഡൗൺവേർഡ്, അതുകൊണ്ട് മൈനസ് കൊടുത്തു. അടുത്തത് മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്ത്, അത് ഡൗൺവേർഡാണ്. അപ്പോൾ -20 × 3 ഈ 60 kN കേട്ടോ നമ്മൾ UDLനെ കൺവേർട്ട് ചെയ്ത്. അടുത്ത ഇനി എന്താണ്, ഒരു പ്ലസ് RB മുകളിലോട്ടാണ്, അപ്വാർഡ് ആയതുകൊണ്ട് പ്ലസ് RB = 0. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RA നമ്മൾ ഈ പോസിറ്റീവ് ടേമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. RA പ്ലസ് RB
ഈ മൈനസ് 20 × 3 എത്ര 60, അവിടെ 100 ഉണ്ടല്ലേ, ഓക്കെ. -100 -60 = 0. നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈനസ് ഉള്ള ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക, ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ എന്താ RA + RB = -100 -60 ആണ്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും 100 + 60 മാറി. അപ്പോൾ എന്തായി ടോട്ടൽ 160. അപ്പോൾ RA + RB = 160 എന്ന് കിട്ടി. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാണ് RA + RB = 160. അപ്പം ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ബാക്കി മായ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് σFy = 0 കണ്ടുപിടിച്ചു. ഇനി എന്താ σM = 0 കണ്ടുപിടിക്കണം, മൊമെൻറ്റിൻ്റെ കേസ്. അപ്പോൾ σM ഏത് പോയിന്റിലെ മൊമെൻറ്റും കണ്ടുപിടിക്കാം. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അതാണ് എന്ത് മൊമെൻറ്റ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ മൊമെൻറ്റ് എബൌട്ട് എ പറഞ്ഞ പോയിന്റിലുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ബി എന്ന പോയിന്റിലുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഞാനിവിടെ മൊമെൻറ്റ് എബൌട്ട് എ ആണ് കണ്ടുപിടിക്കുന്നത്. മൊമെൻറ്റ് എബൌട്ട് എ MA = 0. മൊമെൻറ്റ് എബൌട്ട് എ = 0 എന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കുക, RA ഇവിടെ ഒരു RA എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ RA ഇൻറ്റു അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ, കാരണം നമ്മൾ ഈ ഒരു പോയിന്റിലെ മൊമെൻ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, ഇൻറ്റു 0 ആയിരിക്കും. അപ്പോൾ RA × 0 ആയിപ്പോയി. ദെൻ അടുത്ത എന്താണ്, മൊമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈനിൻ്റെ ഇതുണ്ട്, അത് പറയാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് σFy ഈ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, അപ്വേർഡ് ഫോഴ്സൊക്കെ എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവായിരിക്കും. മൊമെൻറ്റിൻ്റെ കേസിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻ്റ് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവായി എടുക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് നെഗറ്റീവായി എടുക്കുക. അത് എടുക്കുന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഫുള്ള് ഇത് റൂള് പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം, കാരണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവും. അപ്പോൾ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാവുക, ഇപ്പോൾ നമ്മൾ മൊമെൻ്റ് എബൌട്ട് എ അല്ല കാണുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോൾ RA നമ്മൾ കണ്ടു, അടുത്ത് കാണുക 100 kN കാണണം. ഇതിൻ്റെ മൊമെൻ്റ് എങ്ങനെ വരിക, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങോട്ട് മാറ്റി വരക്കാണ്. ഈ ഒരു ഭാഗമാണത്. ഓക്കെ, 100 kN ആക്ട് ചെയ്യുന്നു. ഇത് മൊമെൻ്റ് എബൌട്ട് എ. ഇവിടുത്തെ മൊമെൻ്റ് ഈ ഒരു 100 kN ഫോഴ്സിൻ്റെ മൊമെൻ്റ് എങ്ങനെ വരിക, മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇവിടുത്തെ കേസ് എങ്ങനെ മൊമെൻ്റ് വരിക, ഇതൊരു ഇപ്പോൾ ഈ ഒരു കേസ് ഇതിങ്ങനെയാണ്, ഇത് ഫിക്സഡാണ്. ഇവിടെ ഒരു 100 kN ആക്ട് ചെയ്യുക. ഇത് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറങ്ങുക അല്ലേ, ഇത് ഇങ്ങനെയല്ലേ മൊമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. ക്ലോക്ക് വൈസ് മൊമെൻ്റ് നമ്മൾ എന്തെടുക്കുന്നത്, പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2 മീറ്ററാണ്. 2 മീറ്റർ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞത് 100 × 2 200 kN മീറ്റർ. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് kN മീറ്ററാണ്. അല്ല, ഇവിടെ kN, ഇവിടെ മീറ്റർ. kN ഇൻറ്റു ഈ മീറ്റർ ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടി 200 kN മീറ്റർ കിട്ടി ഈ ഒരു കേസിൽ. ഓക്കെ, ഈ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും തെറ്റിക്കരുത്, സൈന് മാറിയ പ്രോബ്ലത്തിൽ തെറ്റുപറ്റും. അപ്പോൾ നമ്മൾ അതിവിടെ ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് എന്തായി, ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് പോസിറ്റീവായി. പ്ലസ് 100 × 2 100 × 2. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ മൊമെൻ്റ് അബൌട്ട് ഈ പോയിൻ്റായിട്ടോ കാണുന്നത്, RA ആണ് കാണുന്നത്. ഇനി ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഒരു UDL ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ നമ്മൾ UDLനെ പോയിൻ്റ് ലോഡായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു FI കാണാനുള്ള സമയത്ത്. അപ്പോൾ 20 × 3 അങ്ങനെ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് 20 × ഡിസ്റ്റൻസ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് 20 × 3. അത് എവിടെയാണ് ആക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ഈ ഒരു പോർഷൻ്റെ സെൻട്രലിലാണ് ആക്ട് ചെയ്യുക. സെൻട്രൽ എന്ന് പറയുന്നത് ഇതാ 1.5 ഇതാണ് അല്ലേ, 3ൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1.5 ഇങ്ങോട്ട് 1.5 ഉണ്ടാവും, ഇങ്ങോട്ടും 1.5 ഉണ്ടാവും. അവിടെയാണ് കറക്റ്റ് എന്ത് ചെയ്യുക, അത് ആക്ട് ചെയ്യുക. അപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്ത് 20 × 3 എന്ന് പറഞ്ഞാൽ
ഈ UDL 20 × 3 ചെയ്തപ്പോൾ ഇത് പോയിന്റ് ലോഡായി. ദെൻ അവിടുത്തെ ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ ഇവിടുത്തെ മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 20 × 3 ചെയ്തപ്പോൾ 60 ആയി. ദെൻ ആ 60 ഇൻറ്റു ഡിസ്റ്റൻസ് 1.5 ഇവിടെ ഉള്ള ഡിസ്റ്റൻസ്, അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കാണാം നമുക്ക്. കാരണം മൊമെൻ്റ് പോയിട്ട് ഇവിടുത്തെ മൊമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ 2 മീറ്റർ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ 1.5 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ 1.5, ഇത് ടോട്ടൽ എത്ര ആയിരിക്കും? 4.5 അല്ലേ വരിക ടോട്ടൽ. ഇതുവരെ ഇത് 4.5 ആണ് വരിക. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് 1.5 ആണ്. 1.5 + 4.5 6. ഓക്കെ, അപ്പോൾ 4.5 മീറ്റർ ആയിരിക്കും. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ 1.5 ആണ്, ഇവിടെ 1.5 ആണ്. എൻ്റെ സെൻട്രലാണ്, UDL സെൻട്രലാണ് മൊമെൻ്റ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഡിസ്റ്റൻസ് 4.5 മീറ്ററായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് മൊമെൻറ്റ്. അപ്പോൾ ഈ 60 × 4.5 ചെയ്യാം. അപ്പോൾ അടുത്തത് അത് അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ വരിക അല്ലേ? ഈ ഒരു പോർഷനാണിത്. ഇവിടെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരിക. അത് ഇങ്ങനെ കറങ്ങുക, ക്ലോക്ക് വൈസിലാണ് കറങ്ങുക അല്ലേ? അപ്പോൾ പോസിറ്റീവ് മൊമെൻറ്റ് ചെയ്താൽ പ്ലസ് എത്രയാണ്? 60 × 4.5 60 × 4.5 കിട്ടി. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഒരു RB കൂടി ഉണ്ട് അല്ലേ? 2 ലോഡുണ്ട്, ഇനി ഒരു RB ഉണ്ട്. RB നമുക്ക് ഈ ഒരു പോയിൻ്റ് മൊമെൻ്റ് അബൌട്ട് A ആണ്. അപ്പോൾ RB എങ്ങനെ കറങ്ങാം? RB ഇങ്ങനെയാണ്. ഇത് മൊമെൻ്റ്, ഇത് A എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഇത് RB. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുക. ഇത് ഇങ്ങനെയാണ് കറങ്ങണ്ട, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ -RB ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ്. എന്താണ് RB? നമ്മൾ ഫോഴ്സ് അല്ല മൊമെൻ്റാണ് കാണുന്നത്. അപ്പോൾ RB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര? 6 മീറ്റർ. 6 = 0. ദെൻ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തുമ്പോൾ ഈ ടൈം 0 ആയിപ്പോയി. 100 × 2 200 + 60 × 4.5 എത്ര? 60 × 4.5 270 -6RB. 6RB. ഇവിടെ മൈനസ് വന്ന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. = 0. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. 200 + 270 എത്ര? 470. അപ്പോൾ നമ്മൾ 470 - 6RB = 0. ദെൻ ഈ -6RB നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക, സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ 6RB = 470 കിട്ടി. ദെർഫോർ RB = എന്താണ്? 470 / 6. 470 RB = 470 / 6 = 78.33 kN എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ RB കിട്ടി. അപ്പോൾ നമ്മൾ ഈ RB എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. RA + RB = 160 എന്നുള്ളത്. അപ്പോൾ കിട്ടിയ RB നമ്മൾ ഇതിൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ RAൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ RB എന്താണ്? RB = 78.33 kN കിട്ടി. ദെർഫോർ RA + RB = 160 ആണ് ഫസ്റ്റ്. അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ RA + RBൻ്റെ വാല്യൂ 78.33 = 160. ഇതിനെ നമ്മൾ RA ഇതിൽ നിന്ന് നമുക്ക് കിട്ടും
ആർ എ ഈസ് ഈക്വൽ ടു ഈ 78.33 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും 160 മൈനസ് ആൻസർ. അപ്പോൾ എത്ര 81.67 കിട്ടും ആർ എ. അതായത് ആർ എ അവിടെ നിർത്തിയിട്ട് 160 ഈ 78 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതെങ്ങനെ വരിക? ആർ എ ഈക്വൽ ടു 160 മൈനസ് 78.33. അപ്പോൾ എത്ര കിട്ടി? 81.67 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ആർ എ കിട്ടി, ആർ ബി കിട്ടി. ആർ എ ഈസ് ഈക്വൽ ടു 81.67, ആർ ബി ഈസ് ഈക്വൽ ടു 78.33. ഓക്കെ, പ്രോബ്ലം നമ്മൾ ആർ എ ആർ ബി കണ്ടുപിടിച്ചു. പ്രോബ്ലം എന്തായിരുന്നു? സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു. ആർ എ ആർ ബി കണ്ടുപിടിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ടോട്ടൽ ഫോഴ്സ് ഇതിന് ഈക്വൽ ടു ആണോ എന്നുള്ളത്. ഇപ്പോൾ ആർ എ പ്ലസ് ആർ ബി എന്താണ്? ഇപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ആർ എ പ്ലസ് ആർ ബി ജസ്റ്റ് വെറുതെ നമ്മളിത് ഈക്വൽ ആണോ നമ്മൾ ചെയ്ത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 81.67 പ്ലസ് 78.33 ഈക്വൽ ടു 160. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 160 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അത് ടോട്ടൽ ഫോഴ്സ് 160 ആണോ നോക്കാം. അപ്പോൾ 100 കിലോ ന്യൂട്ടൺ ഉണ്ട്, 100 കിലോ ന്യൂട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ ഒരു യു ഡി എൽ ഉണ്ട്. യു ഡി എൽ 20×3 ചെയ്യുമ്പോൾ എന്തായി? പോയിന്റ് ലോഡായി മാറി. പ്ലസ് 20×3 60. അപ്പോൾ എത്ര? 160. അപ്പോൾ ഇവിടെ വരുന്ന ലോഡ് 160 ആണ്, നമ്മളെ റിയാക്ഷനും 160 ആണ്. അങ്ങനെ അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ബീം അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് ശരിയാണെന്ന് ഇന്ന് മനസ്സിലായി. ഓക്കെ.